എക്സൈറ്റഡ് ആണോ? യെസ്. ആദ്യമേ ചാടിത്തുള്ളി പോയി ഇരുന്നതാ. കാരണം നമ്മളിതുവരെ മുമ്പേ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ സിനിമയിൽ കണ്ട സാധനമൊക്കെ സൂപ്പറായിരുന്നു. ഇത് രസം ഉണ്ടായിരുന്നു അല്ലേ? ജീവിക്കുക, അഭിനയമല്ല, ജീവിക്കൊക്കെ. ഞാൻ നോക്കുവാ, നമ്മളിവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് ഇത്. ലൂസിഫർ 2 ഇവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അയ്യേ, ഈ ഒന്ന് റിയാക്ഷൻ ആണോ തരുന്നേ? അയ്യോ, ഇത് വെടിയാ, പറ്റിക്കുക. നീ എന്തിനു വിശ്വസിച്ചത്? ഷൂട്ടിങ്ങിന് അവരിരുന്ന സ്ഥലമായത്. ഇത്ര പെട്ടെന്ന് 2 ദിവസം അങ്ങ് പോയതല്ലേ? നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. പിന്നെ വാദിക്കാണ്. इधर से 6 किलोमीटर जाना, आपका गाड़ी वापस करना, बस पे अंदर आना सर. वो टिकट काउंटर के साथ है ना? हाँ सर, वो वहाँ है ना? हाँ ठीक है. थैंक यू सर, थैंक यू. ഓ, നമ്മള് വേറെ ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ പോയിട്ട് അവിടെ ചെന്ന് ബസ്സിൽ വരണം. നമ്മൾ ഓൺലൈന് ബുക്ക് ചെയ്യുമ്പോഴേ ഉള്ളൂ അങ്ങനെ പ്രശ്നം. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പം ഇവിടെ വരുന്നവരെല്ലാരും ശ്രദ്ധിക്കുക. നമ്മൾ അവിടെ കൗണ്ടറിൽ ചെന്നിട്ട് അവിടുന്ന് വേണം ഇനി ബസ് കയറാൻ. അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യണം. ഇനി പ്രൈവറ്റ് വെഹിക്കിൾ ഒന്നും ഇതിനുള്ളിൽ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്ന് ബസ് നമ്മുടെ വെഹിക്കിൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. പോവാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നവര്. യെസ്. ലോഞ്ചിന്റെ അകം അത്. ഈ സ്റ്റിക്കർ കണ്ടോ? നമ്മൾ ലോഞ്ചിൽ കയറി ഇരുന്ന് കഴിയുമ്പം അവർ നമ്മുടെ ടിക്കറ്റ് അനുസരിച്ചാന്ന് തോന്നുന്നു ഈ നമ്പർ വെച്ചിട്ടുള്ളൊരു സ്റ്റിക്കർ നമുക്ക് അവർ കൊണ്ടുതരും. നമ്മളത് ബസ്സിൽ കയറുന്നതിന് മുന്നേ ദേഹത്ത്, അതായത് നമ്മുടെ ഡ്രസ്സിൽ ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് വേണം കയറാൻ. ഇവിടെ ഒരു പുള്ളിക്കാരൻ പേര് വിളിക്കുന്നുണ്ട്, നമ്മളെ അതുപോലെ വിളിക്കാം. അപ്പൊ നമ്മള് അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം. അവിടെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് കണ്ടോ. അപ്പൊ അങ്ങനെ ഓരോരുത്തര് പേര് വിളിക്കുന്നതനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ആരാണോ അവരുടെ ഫാമിലി എല്ലാരും കൂടെ പോകും. നമ്മുടെ പേര് വിളിച്ചു. എക്സൈറ്റഡ് ആണോ? യെസ്. ഞങ്ങൾ അങ്ങനെ ബസ്സിൽ കയറി ഗൈസ്. അമ്മമാര് കയറി അവിടെ ഇരുന്നു. ഈ ബസ് ഫുള്ളായി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ഇട്ടില്ല, നമ്മൾ ആള് മാറി പോയില്ലേ അവിടെ. ആ ഗേറ്റിന്റെ അവിടെ നമ്മൾ ചെല്ലും ഗൈസ്. അതിന്റെ അകത്തുകൂടെയാണ് നമ്മൾ പോകുന്നത്. ആദ്യമേ ചാടിത്തുള്ളി പോയി ഇരുന്നതാ. വെയിലത്ത് ചാടിത്തുള്ളി പോയി ജാട കാണിച്ചു പോയിരുന്ന. ഇപ്പം കട്ടനൊക്കെ ഇട്ടിരിക്കേണ്ട അവസ്ഥയാണ്. നമ്മള് മുന്നേ വന്ന് നോക്ക് ചെയ്തത് എത്തിക്കഴിഞ്ഞു. ഇവിടെ തുടങ്ങുവാണ് ജേർണി ഗൈസ്. 9 മണി വരെ ഇതിനുള്ളിൽ. അതെ, ഇങ്ങനെ പോവും. ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ. ഓ, ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ നടക്കണം കേട്ടോ. ഓരോ ബസ്സിനും ഓരോ ഗൈഡ് കാണും. ദേവിൽ ഗൈഡ്സ്. അതർവൈസ് നമുക്ക് എന്തായാലും ഇവിടെ ഒന്നും അറിയത്തില്ലല്ലോ. നമ്മളെല്ലാരും ഇപ്പൊ ഇറങ്ങണം അല്ലേ? ഇതിന്റെ നമ്പർ നോട്ട് ചെയ്യാൻ പറഞ്ഞ് നമ്പർ ഇൻ കേസ് നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ വിളിച്ചിട്ട് ചോദിക്കാം എവിടോട്ടാ വരണ്ടേ, എങ്ങോട്ടാ ഡയറക്ഷൻസ് എന്നൊക്കെ ചോദിക്കാം. എക്സൈറ്റഡ് ടു സീ ദിസ് ഫിലിം സിറ്റി. കാരണം നമ്മളിതുവരെ മുമ്പേ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ സിനിമയിൽ കണ്ട സാധനമൊക്കെ ചിലതെങ്കിലുമൊക്കെ നേരിട്ട് കാണുമായിരിക്കും. അപ്പം നിങ്ങളെ കാണിക്കാം. രസമായിരിക്കും അല്ലേ? കണ്ടു നോക്കാം. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്.
ലൈവ് ഫിലിം ഷോ അത് കാണാൻ വേണ്ടി പോവാ. ഓ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് കൊടുക്കും കേട്ടോ ചേട്ടൻ. നമ്മുടെയാണ് നെക്സ്റ്റ് ടേൺ, നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മളിവിടെ പോകുന്നത് നമ്മള് മാത്രമേ ഉള്ളൂ ഈ ട്രെയിനിൽ ഗൈസ്, നമ്മള് മാത്രമേ ഉള്ളൂ ഇതില്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അവര് 7 പേര്. അയ്യോ ഫുൾ ഇരുട്ടാവുകയാണ്, കാണാൻ പറ്റുമോടി? ഹായ് ഡയറക്ടർ ഷൂട്ട് ചെയ്യാ. ഡാൻസ് ഒക്കെ കളിക്കുന്നു. എല്ലാരും പാർട്ടിയില്ല. ഗുണ്ടാ സങ്കേതത്തിലായി നമ്മുടെ പ്രേതമൊന്നും അല്ല ഇത്. കൊച്ചിനെ കെട്ടിട്ടേക്ക് ഇത് ഗുണ്ടാ കേന്ദ്രമാ. നമുക്കിവിടെ ജോസ് പ്രകാശിനെയും പെരേരയും ടീമിനെയും കാണാം. കാർണിവലാ ഗൈസ്, ഇവിടെ കാർണിവൽ. मेरी दूसरी इच्छा भी पूरी कर दूंगा. मैं ईश्वर से शादी नहीं करना चाहता. എല്ലാം കഴിഞ്ഞു. നൈസ്, സൂപ്പർ. ഇത് രസം ഉണ്ടായിരുന്നു അല്ലേ? നല്ല രസം ഉണ്ടായിരുന്നു. നമ്മളാ ഈ ഷോപ്പല്ലേ? ഷോപ്പ്. നമ്മൾ ആ ഷോ കഴിഞ്ഞിട്ട് നമ്മള് വെളിയിലിറങ്ങി. നമ്മളെ വിളിക്കുന്നത് ഗൈഡിന്റെ പേര് പ്രവീൺ എന്നാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ വന്നിട്ട് പറയും പ്രവീൺ ഗ്രൂപ്പ് വരൂ, പ്രവീൺ ഗ്രൂപ്പ് വരൂ. അപ്പൊ പ്രവീൺ ഗ്രൂപ്പിന് പറയാൻ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത എന്തോ കാണിക്കാൻ വേണ്ടി പുള്ളി കൊണ്ടുപോവാണ്. അപ്പൊ ഞങ്ങള് പുള്ളിയെ ഫോളോ എനിക്ക് തോന്നുന്നു നമ്മള് മാത്രമേ ഉള്ളൂ പുള്ളിയെ ഫോളോ ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന ആരെയും കാണുന്നില്ല. പ്രവീൺ ഗ്രൂപ്പിൽ വന്ന വേറെ ആരെയും കാണുന്നില്ല. പ്രവീണിന്റെ കൂടെ കാണുന്നില്ല. അത് തന്നെ, നമ്മള് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്ട്രെയിറ്റ് പോയിട്ട് അവിടെ എന്തോ സംഭവം ഉണ്ട്, അത് കണ്ടിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു നമ്മളോട്. ഈ സ്പോട്ടിൽ തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. എവിടെ പോവാ? എവിടെയോ അടുത്ത അറിയത്തില്ല. ഇത് വലിയ രസമില്ലായിരുന്നു. ഒരു ഡാൻസ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ആദ്യത്തെ കൊള്ളായിരുന്നു. രണ്ടുപേരും കൂടെ കളിച്ച കപ്പിൾ ഡാൻസ്. നമ്മള് പ്രവീണിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ നിൽക്കുന്നതാണ് പ്രവീൺ. ഏതോ വൈൽഡ് വെസ്റ്റ് ഷോ കാണാൻ വേണ്ടിട്ട് പോവാ. എന്താ അവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് പ്രവീൺ എന്തൊക്കെയോ പറയുന്നുണ്ട്. ലൈക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴേ എന്തോ അത് മനസ്സിലാവത്തില്ല. ആ ഇംഗ്ലീഷ് വേർഡ് മാത്രമേ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആക്ടിങ് കഴിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ, അതൊക്കെ ഇതിൻ്റെ അകത്ത് അറിയാമെന്നൊക്കെയാ പ്രവീൺ പറയുന്നത്. ഇവള് ബോൺ ആക്ടറാ. ആരാന്ന് നിങ്ങൾക്ക് പണ്ടേ സിനിമയിലെത്തി ഇവള് മഞ്ജു വാര്യരായിരുന്നു. ഹൈദരാബാദ് വ്ലോഗ് കണ്ടു കഴിയുമ്പോ മനസ്സിലാവും മലയാള സിനിമയുടെ നഷ്ടം. അവർക്കൊരു മഞ്ജു വാര്യരെ നഷ്ടപ്പെട്ടു. ഏറ്റവും നന്നായിട്ട് ഇവള് ചെയ്യുന്നത് മറ്റേ ദേഷ്യം വരുന്ന സീൻസ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്യും. എവളും കാണുന്ന പോലല്ലേ ഗൈസ്, നല്ല സൂപ്പറായിട്ട് ജീവിക്കുക. അഭിനയമല്ല, ജീവിക്കുക. നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്. വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് ഷോ. സ്റ്റണ്ട് ഇവിടെ സ്റ്റണ്ട്. എന്ത് തിരക്കടി സ്റ്റണ്ട് ഷോ കാണാൻ. ഇത്രയും പേരും കാണാനിരിക്കുവാ.
ഇവിടാണ് സ്റ്റണ്ട് നടക്കുന്നത്. അതെ. The distance starts with that. So take your seats, get ready for some exciting action, and put your hands together for the Wild West Stunt Show. ഇത് ആൾക്കാർ നമ്മളിവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു കണ്ടോണ്ടൊക്കെ ഇരിക്കാൻ. ചെറിയൊരു ബൈറ്റ് മാത്രം ഞങ്ങൾ ഇട്ടേക്കാൻ കൊള്ളായിരുന്നു. വിശന്നിട്ട് വയ്യ ഗൈസ്. എവിടുന്നെങ്കിലും എന്തെങ്കിലും മേടിച്ച് തിന്നട്ടെ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് എന്തെങ്കിലും മേടിച്ച് തിന്നാം. അവിടെ നിന്ന് പൈസ ഒക്കെ അടച്ചിട്ട് ഇവിടെ വന്ന് മേടിക്കണം എല്ലാം. എന്നിട്ട് അവിടെ കാണാൻ പോയിരുന്ന് കഴിക്കാം. നമ്മള് ഫുഡ് കഴിച്ചു. അകത്ത് ക്യാമറ അലോഡ് അല്ലായിരുന്നു. കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. അവർ ക്യാമറ അലോഡ് അല്ലെന്ന് പറഞ്ഞു. ഈ റെസ്റ്റോറന്റിൽ ക്യാമറ അലൗഡ് അല്ലെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ പ്രവീണ സംസാരിക്കുന്നത്. ഇവിടെ കേൾക്കുന്ന എല്ലാ സൗണ്ടും ഇപ്പൊ പ്രവീണ. മേഡം പ്രവീൺ അല്ലെന്ന് സംസാരിക്കുന്നത് വേറെ ആരോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന എന്താണെന്നറിയോ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് അല്ല, നമ്മൾ ഒരു ഷോ നമുക്ക് മിസ്സായി. ഒരു ഷോ നമ്മൾ കേറിയില്ല. നമുക്ക് വിശന്നു. എനിക്ക് വയ്യായിരുന്നു. തലവേദന എടുത്തു. ഫുഡ് ഈസ് ഫസ്റ്റ്. ഓക്കെ, നമ്മുടെ പ്രവീൺ ചേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് നമ്മള് ഇനി അടുത്ത എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം. ഇനി അടുത്ത് എങ്ങോട്ടാ പോകുന്നതെന്ന് നിനക്കറിയാവോ? ഇല്ല, പ്രവീൺ ചേട്ടൻ പറയണം. എനിക്കറിയാം. നിനക്ക് ഇവിടെ അറിയാം? എനിക്കറിയാം. നമ്മളടുത്ത് നീ എക്സൈറ്റഡ് ആണോ? നീ വെന്തു? ഞാൻ നോക്കുവാ. നമ്മുടെ ടീം അങ്ങോട്ട് പോകുന്നത്. നമ്മള് അടുത്തത് കാണാൻ പോകുന്നത് ബാഹുബലിയുടെ സെറ്റാ. ബാ എന്നാ. അയ്യേ, ഈ ഒന്ന് റിയാക്ഷൻ ആണോ തരുന്നേ? ഇവളോട് പറയണ്ടായിരുന്നു. ബാഹുബലി സെറ്റ് കാണാൻ പോവാ നമ്മള്. എന്നൊക്കെ എന്റെ അടുത്ത് ശ്രീരി പറഞ്ഞു. ഞാനത് ഇവളുടെ അടുത്ത് അല്ല എന്റെ അടുത്ത് നാരായണൻ പറഞ്ഞു. ഞാനത് ഇവളുടെ അടുത്ത് പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അയ്യോ, ഇത് വെടിയാ, പറ്റിക്കുക. നീ എന്തിനു വിശ്വസിച്ചത്? ഞാനങ്ങ് വിശ്വസിച്ചു. ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കോടല്ലോ. പിന്നെ ബാഹുബലി ആയിരിക്കത്തില്ല, വേറെ വല്ല ബലിയായിരിക്കും കാണിക്കാൻ പോകുന്നത്. നരബലിയായിരിക്കും, നാരായണായതുകൊണ്ട്. ഓ, ഇനി ആ ചുമൽ ബസ്സിൽ കയറാൻ പോകാൻ തോന്നുന്നു നമ്മള്, അല്ലേടാ? ആ, ഓ, ഇനി ആ ചുമൽ ബസ്സിൽ കയറാൻ പോവാ നമ്മള്. ഫൺ ഫൺ ഫൺ. ആർക്കാ ഫണ്ട്? ചുമല ബസ്സിൽ കയറിയിട്ട് ഇനി നമുക്ക് കാണിച്ചു. എവിടെ നോക്കിയാലും വെയില്. അതുകൊണ്ട് ബസ്സിൽ കയറുന്നു. യു ഗൈസ്, നമ്മൾ വന്ന ബസ്സിൽ തന്നെ നമുക്ക് ചുമല ബസ്സൊന്നും കിട്ടി. എന്റെ ആക്രമണം ഇവളുടെ ഓവറാക്കിയുള്ള ആക്രമണം കണ്ടപ്പോഴേ തോന്നിയല്ല. ഞങ്ങള് തിരിച്ചു ബസ്സിൽ കയറി. യെസ്, നീ ബസ്സിലുള്ള കറക്കമാണെന്ന് തോന്നുന്നല്ലേ? അല്ല, നമ്മള് വേറെ എവിടെ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർ കൊണ്ടാക്കും. എന്നിട്ട് പ്രവീൺ വന്ന് കുറച്ച് കാര്യങ്ങൾ ഇതുപോലൊക്കെ ചെയ്യും, കാണിക്കും, കൊണ്ടുപോകും, ചോദിക്കൊണ്ടുപോകും. ഓക്കെ. सप्तपति विद्या बालन जी का मूवी देखा तू, डर्टी पिक्चर? Yes. राइट, उसमें एक पॉपुलर गाना है, पता है कौन सा गाना है वो? Yes, Ulala song was picturized in this location only. And Telugu delight. Normadu Roman song lo koduttunna English mottham puranu Ciara gaadani mottham puranu left side top. Cases lo local. പുള്ളി ഇങ്ങനെ ഓരോ സൈഡ് നമ്മളെ കാണിച്ചു തരും ഗൈസ്. And ഞങ്ങള് the Pan-India movie Bindisara starring Kalyan. Same bus, same seat and same two roads. ലൊക്കേഷൻ The bus number will be 8224. Don't forget 8224. അത് നമ്മൾ ആരെയും മറ്റേ പൃഥ്വിരാജ്, മോഹൻലാൽ അങ്ങനെ ആരെയും കണ്ടില്ല. 3 days ബാക്ക് ഇവിടെ ലാലേട്ടനുണ്ടായിരുന്നു. ഗൈസ്, നമ്മള് ഒരു 2 ദിവസം ലേറ്റ് ആയിപ്പോയി. നമുക്ക് ലാലേട്ടനെ കാണാൻ അറിയത്തില്ല. സ്റ്റിൽ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ലാലേട്ടന് ഒരേ സ്ഥലത്ത് ഒരേ സമയം വന്നു. അപ്പൊ ലൂസിഫറിന്റെ ലൂസിഫർ 2ന്റെ ഷൂട്ടിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഞങ്ങൾ കണ്ടു, പക്ഷെ എന്തോ ക്യാമറ റെക്കോർഡായിരുന്നു. നമ്മുടെ മറ്റേ പടത്തിലെ ഇത് ഗൈസ്, നമ്മൾ കാണുന്നതൊന്നും സത്യമല്ല. ഇതൊക്കെ മറ്റേ സിനിമ മാജിക് ആണെന്നൊക്കെ പറയുന്നത് സത്യം. അത് മാത്രമേ ഉള്ളൂ സത്യം. നമ്മൾ കാണുന്നൊന്നും സത്യമല്ല. ബിൽഡിംഗ് ഒക്കെ ഇവിടെ വന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായോ? ഇവിടെ നിന്നാണ് അല്ലേ? അതെ, ഇവിടെ നിന്നിട്ടാണ് മറ്റേ സരോജ് കുമാർ
അവിടെ ആരാധകർക്ക് വേണ്ട. എവിടെ ഇവിടെ അവതാർ നടക്കണേ. ഇത്രയും സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്ത ഗൈസ്. ഇത്രയും സീനുകളല്ലേ? ഇതിന്റെയൊക്കെ ഈ സീൻസ് ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തത്. CG പരിപാടീസ് ഒക്കെ അല്ലേ ഇത്? CG പരിപാടീസ് ഒക്കെ ഇവിടെ ഈ മോഷൻ ക്യാപ്ചേഴ്സ് എല്ലാം ഇവിടെ വെച്ചാ ഷൂട്ട് ചെയ്യാറ്. ആ മറ്റേ നമ്മളിപ്പോൾ കണ്ടില്ലേ അവിടെ കുറേ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചേക്കുന്നത്, അതൊക്കെ ഇതിനുള്ളിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതിപ്പം കണ്ടോ നടക്കുന്ന അനുസരിച്ച് ഇത് മൂവ് ആവും. ഗൈസ് പുഷ്പ 2 ഇപ്പം ഇവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അതുപോലെ ലൂസിഫർ 2 ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുഷ്പ 2 നമ്മളിപ്പോൾ പുഷ്പ 2ന്റെ ഒരു ലൊക്കേഷൻ കണ്ടു. അവിടെ മറ്റേ ഇടിച്ച് തകർത്ത ട്രാക്ടേഴ്സും ലോറിയും പിന്നെ സാൻഡൽവുഡ്, അതിൻ്റെ അകത്തെ മെയിൻ സാൻഡൽവുഡ് ആണല്ലോ അതൊക്കെ അവിടെ കിടക്കുന്നു. പോലീസ് നേടിയ ആ സാധനങ്ങൾ അതൊക്കെ അവിടെ കിടക്കുന്നു. നമ്മൾ കണ്ടതൊക്കെ ഒരു വശം എന്ന് പറയുന്നത്, അതായത് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ജനറൽ ഹോസ്പിറ്റല്, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എയർപോർട്ട്, റൈറ്റ് ലൈബ്രറി, സെൻട്രൽ ലൈബ്രറി, ലെഫ്റ്റ് ചർച്ച്. മഹിഷ്മതിയിലെത്തി നമ്മൾ. മഹിഷ്മതിയിൽ നമുക്കതിനും കാണാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു കാര്യം കണ്ടോ, ഇതാ നിങ്ങൾ മറ്റേ അത്രയും വലുതായിട്ട് ബാഹുബലിയിൽ കണ്ട് മഹിഷ്മതി. പൊണ്ണത്തരമൊക്കെ കാണിക്കുക. ഇവിടെ നിൽക്കുന്നത് ഇവിടെ കാണാൻ പോലും ഇല്ല. മൊത്തത്തിൽ ഇതിന് അത്രേ ഉള്ളൂ. ഫസ്റ്റ് സീനില് എൻട്രൻസ് ഉണ്ടോ? നമ്മള് ബാഹുബലിയുടെ രാജ്യത്തിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞതേ. കുറച്ച് അവിടെയാണ് ബാഹുബലിയും പൽവാൾ ദേവനും കൂടെ യുദ്ധം. അല്ല, മറ്റേ ആദ്യത്തെ ഇവിടെ അല്ല, അവിടെ ശിവഗാമി ദേവി മറ്റേ അവർക്കുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയ സ്ഥലമാണിത്. ഗൈസ് ഇവിടാണ്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ദൈവം, ഇതൊക്കെ ഒരു സെറ്റപ്പ് ആയിരുന്നു ഗൈസ്. വളച്ച പന ദേണ്ട ഇവിടെ കിടന്നത്. ആ ദേവസേന കിടന്ന് ഇവിടെ. ഒന്ന് പിടിക്കോ? ഞാൻ വളച്ച പന. ദേവസേന സൂം ചെയ്ത് ദേവസേനയായി ആവാൻ പോയിട്ടുണ്ട് അവിടെ. എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? ആർക്കും വയ്യ. ഗൈസ് ഇറങ്ങി വരുന്നുണ്ട് പാവങ്ങളുടെ ദേവസേന. വ്യൂ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ. ദേവസേന ഞാനുണ്ട് നിന്നെ രക്ഷിക്കാൻ. ദേവസേന എന്തെങ്കിലും ഒന്ന് പോയി. ദേവസേന പൂട്ടിയിട്ട സ്ഥലം. ദേവസേന പൂട്ടിയിട്ട സ്ഥലം ഗൈസ്. ഇതിനകത്ത് ഇട്ടിട്ടാണ് പൽവാൾ ദേവനെ അവസാനം കത്തിക്കുന്നത്. വാ ഇങ്ങോട്ട് വാ. നീ കണ്ടിട്ടുണ്ടോ സിനിമ? ഞാൻ കണ്ടിട്ടുണ്ട്. നാരായണൻ ഇതുകൊണ്ട് ഗൈസ് അവിടെയാണ് അവര് മറ്റേ എന്തുവാ ശിവഗാമി ദേവി മന്ത്രമൊക്കെ ഓതി ചൊല്ലി ഈ മറ്റേ പട്ടാഭിഷേകം നടത്തത്തില്ലേ? ദോണ്ട് ഉരുട്ടിക്കൊണ്ട് വന്ന സാധനം. പുള്ളി ഉരുട്ടിക്കൊണ്ട് വന്ന സാധനം. ഏത് പുള്ളി? ദോണ്ട് ബാഹുബലി. പേര് ബാ കമോൺ.
പറഞ്ഞ് ഇതൊന്നും കാണിക്കാൻ ഇവിടെ അവരൊന്നും ഇല്ലേ? എനിക്ക് വയ്യ, ഇയാൾക്ക് ഇരിക്കണ്ടേ ഇവിടെ? എനിക്ക് വേണ്ട. ഷൂട്ടിങ്ങിന് അവരിരുന്ന സ്ഥലമായത്. ഇപ്പോൾ ഒരു ചെറിയ വെക്കേഷനൊക്കെ ആയിട്ട് ഹൈദരാബാദിൽ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ ഒക്കെ വന്നിട്ട് ഒരു ദിവസം പലയിടത്തായിട്ട് ഇങ്ങനെ പോയി നടന്ന് അങ്ങനെ ഒന്ന് തപ്പി ഡ്രൈവ് ചെയ്തൊന്നും പോകാൻ വയ്യാന്നുണ്ടെങ്കിൽ ഫിലിം സിറ്റിയിൽ വരാം. വേർത്താണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വന്നാൽ മതി, ചുമ്മാ നടന്ന് നമ്മൾ കാണാനുള്ള ആ ഒരു സെറ്റപ്പിലെങ്കിൽ വന്നാൽ മതി. വെള്ളമൊക്കെ എടുത്ത് നമ്മൾ എന്തായാലും സിനിമ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കണ്ട കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷവും ഒക്കെ വരും. അതൊക്കെ അല്ലേ, അതൊക്കെ നമുക്കൊരു രസമല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു നമ്മളത് കണ്ടതാണല്ലോ, ഇത് കണ്ടാണല്ലോ, അങ്ങനെ ഒരു സന്തോഷം വരും. അതെ, അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് വന്നിട്ട് പോവാം. ശിവഗാമി ദേവിയുടെ ഇൻട്രൊഡക്ഷൻ നടന്ന സീനാണത്. ആ കണ്ടോ, കട്ടപ്പയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച് ഊട്ടി വിടും മാമ എന്ന് പറഞ്ഞ സ്ഥലമാണത്. ദേണ്ടേ പൽവായ് ദേവന്റെ സ്വർണത്തിൽ തീർത്ത പ്രതിമ ഉണ്ട്. അവിടെ ബാഹുബലിയൊക്കെ യൂസ് ചെയ്ത അമ്പൊക്കെ വെച്ചിട്ടുണ്ട്. അമ്പ്, ആ റോസ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം റെക്കോർഡ് ചെയ്ത് കാണിക്കണം എന്നുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഫോണിന് ചാർജ് ഇല്ല. ഇപ്പൊ ഏകദേശം തീരാറായി. അപ്പൊ ഞങ്ങള് ഇന്നത്തേക്ക് ഇത് വൈൻഡപ്പ് ചെയ്യുവാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ ഗൈസ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളവിടെ ടീ ബ്രേക്ക് ആണ്. ഞങ്ങൾക്ക് 6-ന് തിരിച്ച് വണ്ടിയിൽ കയറണം. അപ്പൊ ഞങ്ങൾക്ക് വേഗം കഴിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, ബൈ ബൈ. ഗൈസ്, ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ പോവാ ഗൈസ്. വെക്കേറ്റ് ചെയ്താൽ പുള്ളി വെയിറ്റ് ചെയ്യാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് വന്ന് ഇരിപ്പുണ്ട് പുള്ളി, ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാം പാക്ക് ചെയ്തൊക്കെ വെച്ചു. ഇനി ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഷോപ്പിങ്ങിന് പോകാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങുമോ. എവിടെയാണെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ഇനി കാറിൽ കയറിയിട്ട് സെറ്റ് ചെയ്യും. ഇപ്പം ലേറ്റായി. ഇപ്പം ധൃതി വെച്ചെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളി എല്ലാം ചെക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് എല്ലാം കയറി ഞങ്ങൾ എല്ലാം വല്ല എടുത്തിട്ടുണ്ടോ, എല്ലാം അതുപോലെ തന്നെ ഉണ്ടോ എന്നൊക്കെ പുള്ളി ചെക്ക് ചെയ്യുക. അപ്പം ഞങ്ങൾ അത് തന്നെ. അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഇപ്പം എന്താ ഇവിടെ നിന്ന് സൊറ പറയാമെന്ന് പറഞ്ഞ് ഇവിടെ കയറിയിരുന്ന് നിങ്ങളോട് എന്നാ പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇനി കാറിൽ കയറിയിട്ട് അറിയത്തുള്ളൂ ഇനി എവിടെ കയറുന്നത്. ഞങ്ങൾ കാറിൽ കയറിയിട്ട് തീരുമാനിച്ചിട്ട് ഇപ്പോൾ പറയാം ഗൈസ്. വാ, കഴിക്കാൻ പോവാം. കഴിക്കാം. എവിടാ കഴിക്കാൻ വന്നേ? എന്തോ നീ കഴിച്ചേ? ലെമൺ റൈസ്. ഇഷ്ടപ്പെട്ടോ? ഇവൻ ദോശ കഴിച്ചത്. ഇവനെ എവിടെ ചെന്നാലും ദോശയാണല്ലോ കഴിക്കുന്നത്. ഞാൻ ആലു പറാത്ത കഴിച്ചു. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടുന്ന് ഒരു പൊമഗ്രനേറ്റ് ജ്യൂസ് കുടിച്ചു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വായി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കളയാക്കി പറഞ്ഞാൽ വായി വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. അത് സാധാരണ എവിടെയെങ്കിലും പോയാൽ കുടിക്കാറുണ്ട് ഇത്, പക്ഷെ അപ്പോഴും മറ്റേ നോ ഷുഗർ ആണ് കുടിക്കുന്നത്. പക്ഷെ ഈ പ്രാവശ്യം ഇവിടുന്ന് കുടിച്ചപ്പോൾ ഭയങ്കര കയ്പ്പ്. ശരിയാണ്, ഞാനാദ്യം വിചാരിച്ചു ചുമ്മാ പറയാം. പിന്നെ മേടിച്ച് കുടിച്ചപ്പോഴാണ് കൊള്ളത്തില്ലെന്ന് മനസ്സിലായത്. കൊള്ളത്തില്ല ഇൻ ദ സെൻസ് ഭയങ്കര കയ്പ്പ്. അത് അങ്ങനെ കയ്പ്പ് വന്നതെന്ന് അറിയത്തില്ല. അത് കുടിച്ചിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്നു. ഞാൻ എന്നിട്ട് ബാത്റൂമിൽ പോയി കുറെ ഓക്കാനിച്ചു, പക്ഷെ കിട്ടിയില്ല. പക്ഷെ വന്നില്ല, ഛർദിലൊന്നും വന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ നോക്കി. ഇവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് നടത്തിയ സ്ഥലത്തിന്റെ പേരെന്തുവായിരുന്നു? കോട്ടിയിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് നടത്താൻ വേണ്ടിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ
സ്ട്രീറ്റ് അല്ലാതായി. ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചില്ല, ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിച്ചില്ല. പിന്നെ ഇവള് ഉദ്ദേശിച്ച പോലത്തെ സ്ട്രീറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നൊന്നും വാങ്ങിക്കാനോ അവിടെ ഇറങ്ങി ഒന്നും നടക്കാൻ പോലും ഇവക്ക് വയ്യ. ഇനിയും വല്ല മാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കി അവിടെ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ പോകുന്നത്. വൈകിട്ട് നമ്മൾ തിരിച്ചു പോകും. വൈകിട്ടെന്ന് പറഞ്ഞ ഇനി മോളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകും അല്ലേ. ഞങ്ങൾ മോളിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി. എന്താ ഇൻഓർബിറ്റ് മോളോ അങ്ങനെ എന്തോ ആണ് ഈ മോളുടെ പേര്, ഇൻഓർബിറ്റ് മോൾ. ഇനി വീട്ടിലോട്ട് പോവാം ഗൈസ്. അങ്ങനെ എത്ര പെട്ടെന്ന് 2 ദിവസം അങ്ങ് പോയതല്ലേ. ആക്ച്വലി 1.5 ദിവസം കാറിൽ ഇരുന്നിട്ടാണ് പോയത്. എന്നാലും 2 ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നു. ആ പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസത്തേക്കാളും സ്പീഡായിട്ട് പോയത് ഇന്നാ. അപ്പൊ ഞങ്ങള് കാറിൽ കയറാൻ പോവാ ഗൈസ്. ഞങ്ങൾ ഇനി ഞങ്ങള് ഹൈദരാബാദിൽ നിന്ന് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഹൈദരാബാദ് ജേർണി ഇവിടെ കൊണ്ട് നിൽക്കുകയാണ്. ഹൈദരാബാദ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഞങ്ങള് അടുത്ത സ്ഥലത്ത് പോയിട്ട് കാണാം. എന്തായാലും പരിപാടി ഇവിടെ കഴിഞ്ഞു. Bye. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ